ഈ ഡൽഹിയിൽ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്നൊക്കെ അവിടെ കണ്ടൊരു പോസ്റ്റർ, ജയിലിൽ ഈ അഴികൾക്കുള്ളിൽ പിടിച്ചു നിൽക്കുന്ന സിസോദിയുടെ പടം കളറിൽ അച്ചടിച്ച പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സന്തോഷം പ്രകടിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഡൽഹി ഘടകം ഡൽഹിയിൽ പതിപ്പിച്ച പോസ്റ്ററായിരുന്നു. മനീഷ് സിസോദിയുടെ അറസ്റ്റിൽ BJP ഡൽഹി ഘടകം പ്രകടിപ്പിച്ചതിനേക്കാൾ വലിയ ആഘോഷമുണ്ടായത് അന്ന് ഞാൻ കണ്ടു. അത് കോൺഗ്രസ് ആയിരുന്നു. ഇതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളെ ED ഒരു പരിധിക്കപ്പുറം വേട്ടയാടുന്നില്ലല്ലോ, CBI വേട്ടയാടുന്നില്ലല്ലോ. അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ BJP വിരുദ്ധത എന്നതിനപ്പുറത്ത് BJPയെ എതിർക്കാൻ ത്രാണിയുള്ളവരെ BJP അറ്റാക്ക് ചെയ്യുമ്പോൾ, അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ്. താങ്കൾ ഈ സൂചിപ്പിച്ച കാര്യം, മനീഷ് സിസോദിയുടെ അറസ്റ്റിൽ കോൺഗ്രസ് എടുത്ത സമീപനം, അന്നൊക്കെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അത് സങ്കുചിതമായ കോൺഗ്രസിൻ്റെ ഇടുങ്ങിയ മനസ്സിൻ്റെ ഉദാഹരണമാണ്. ഇന്ത്യയെ മോചിപ്പിക്കണം, ഇന്ത്യയെ വിജയിപ്പിക്കണം എന്ന വിശാല രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും കോൺഗ്രസിനെ നയിക്കുന്നില്ല. കോൺഗ്രസിനെ എപ്പോഴും നയിക്കുന്ന സങ്കുചിതമായ രാഷ്ട്രീയ കാര്യങ്ങളാണ്. കേരളത്തിൽ വന്നാൽ BJP വിരുദ്ധതയല്ല, മറിച്ച് CPM വിരുദ്ധതയാണ്. ഓരോ സ്ഥലത്തും, ഡൽഹിയിൽ അതാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഓരോ സ്ഥലത്തും കോൺഗ്രസിനെ നയിക്കുന്നത് BJP വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത എന്നതിനപ്പുറത്ത്, ഇന്ത്യൻ ഭരണഘടനയെ സേഫ് ഗാർഡ് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന വികാരത്തിനപ്പുറത്ത് സങ്കുചിതമായ പ്രാദേശിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് കോൺഗ്രസിനെ നയിക്കുന്നതിൻ്റെ തെളിവാണ്. റിസൾട്ട് വന്ന 4-ാം തീയതിക്ക് ശേഷം എന്തെങ്കിലും നടപടികൾ എടുക്കാമായി. അതാണ് അവരുടെ ഒരു പോയിന്റ്. അതിൽ സിസോദിയെ അറസ്റ്റ് ഒന്നാമത് മനസ്സിലാക്കുന്നത്, ഈ അഴിമതി ആരോപണം തന്നെ ഓൺ ചെയ്തത് കോൺഗ്രസ് ആണ്. ഇത് ഓൺ ചെയ്തത് കോൺഗ്രസ് ആണ്. സ്വാഭാവികമായും സിസോദിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓൺ ചെയ്ത ആളുകൾ എന്ന നിലയിൽ അവർ ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ട ആളുകളാണ്. ആ പോയിന്റ് അത് ഇന്ത്യ മുന്നണിയില്ല, ഡൽഹിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങളുണ്ട്. അപ്പം അതും കൂടി കണക്ട് ചെയ്യാം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളാണ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ഇന്നലത്തെ പ്രതിഷേധങ്ങളും അന്നത്തെ സിസോദിയ സംഭവങ്ങളും എന്ന് കൂടി കരുതരുത്. അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എന്തിനാണ് പ്രതിഷേധമുണ്ടാക്കിയത്? രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എന്തിനാണ് പ്രതിഷേധമുണ്ടാക്കിയത്? കോൺഗ്രസ് എങ്കിൽ ധാർമ്മികമായി പറയേണ്ടത് നിയമ നടപടികൾ നടക്കട്ടെ, സിസോദിയക്കെതിരെയുള്ള നിയമ നടപടികൾ എന്ന പോലെ നമ്മുടെ സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നടപടികൾ തുടരട്ടെ എന്ന് പറയണ്ടേ? കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ ദിവസം ഡൽഹിയിൽ MP-മാരുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്ന്. പാർലമെൻറ്റിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് MP-മാരുടെ മാർച്ചാണ് ഇന്ത്യ മുന്നണിയിലെ. ഇന്ത്യ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് രാവിലെ സോണിയാഗാന്ധി കോൺഗ്രസ് MP-മാരുടെ യോഗം വിളിക്കുന്നുണ്ട്. പിറ്റേ ദിവസം മലയാള മനോരമ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്ത ഇങ്ങനെയാണ് പറയുന്നത്: സോണിയാഗാന്ധി ചോദിച്ചു, ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും, നിങ്ങളെല്ലാവരും ഉണ്ടാകുമല്ലോ എന്ന്. ആരും പോകരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനോരമയുടെ പിറ്റേ ദിവസത്തെ വാർത്ത രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എന്നിട്ടും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ മുങ്ങിയെന്നാണ്. മുങ്ങിയ MP-മാരുടെ കൂട്ടത്തിൽ ഉള്ളവരെല്ലാം ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആറ്റിങ്ങൽ MP, ഇപ്പോഴത്തെ എറണാകുളത്തെ MP, ഇടുക്കി MP, ഈ MP എല്ലാം അന്ന് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോഴും അന്നത്തെ ദിവസവും അറസ്റ്റ് വരിക്കാനുണ്ടായിരുന്നത് ആരിഫും ഞാനും ലെഫ്റ്റിൻ്റെ MP-മാരൊക്കെയാണ്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം കേരളത്തിൽ ആദ്യമായി ഇത് ജനാധിപത്യ വിരുദ്ധതയാണെന്ന് പറഞ്ഞ് പ്രകടനം നയിച്ച സംഘടന DYFI ആണ്, യൂത്ത് കോൺഗ്രസ് അല്ല. കോൺഗ്രസ് കേരളത്തിൽ ഞങ്ങൾക്ക് ശക്തമായ രാഷ്ട്രീയ വൈരമുള്ളവരാണ്, രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ രാജ്യത്തൊരു ജനാധിപത്യ വിരുദ്ധത കാണുമ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് പറയാനുള്ള വിശാല രാഷ്ട്രീയ ബോധം കോൺഗ്രസിനില്ലെന്നാണ് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം പ്രകടനം നടത്തിയില്ല എന്ന് പറഞ്ഞ് ആരും ഞങ്ങളെ ചോദ്യം ചെയ്യില്ല. എന്തേ നിങ്ങൾ പ്രകടനം നടത്തിയില്ല എന്ന് ചോദിക്കില്ല. നടത്തിയാലാണത് വാർത്ത. എന്നിട്ട് ഞങ്ങളെന്തിനു നടത്തി?
കോൺഗ്രസ്സിലെ കേരളത്തിലെ എം പിമാർ അറസ്റ്റ് ഭയന്ന് മുങ്ങിയപ്പോഴും ഞങ്ങൾക്ക് അറസ്റ്റ് വരിക്കാതിരിക്കാമായിരുന്നല്ലോ. ഞങ്ങൾ അറസ്റ്റ് വരിച്ചില്ലെങ്കിൽ അത് വലിയ വാർത്തയല്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ മൂല്യബോധമാണ് അതിലേക്ക് നയിക്കുന്നത്. ഈ മൂല്യബോധം കോൺഗ്രസ്സിനില്ല. ഇപ്പോൾ ഡൽഹിയിൽ എന്തിനാണ് ആം ആദ്മി പാർട്ടിയെ വേട്ടയാടുന്നത്? ലളിതമല്ലേ? കോൺഗ്രസ്സിന് അത്ര ചിന്തിക്കാൻ ധാരണയില്ലേ? ആം ആദ്മി പാർട്ടി BJPക്കൊപ്പം നിൽക്കാൻ ഇതിനകം തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നു. ശശി തരൂരിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇലക്ഷൻ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്താൽ മതി. ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ല ശ്രീ തരൂർ, ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല. അവർ NDA പക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ മാത്രം മതി. ആം ആദ്മി പാർട്ടി NDAക്കൊപ്പം ചേരാം. ഇനി NDAയിൽ ചേർന്നില്ലേലും കുഴപ്പമില്ല. YSR CP എല്ലാം സ്വീകരിക്കുന്നത് പോലെ നിങ്ങളെ എതിർക്കാതെ NDAയിൽ ചേരാതെ ഞങ്ങൾ ഒരു അരികു പറ്റി അങ്ങ് പൊയ്ക്കോളാം എന്ന് തീരുമാനിച്ചാൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലല്ലോ, ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ലല്ലോ. ഈ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് വിശ്വപൗരനായ വിശ്വപൗരന് എന്തേ മനസ്സിലാവാത്തത്?